ഇന്റർനാഷണൽ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇത് കേട്ടോ. നമ്മൾ എവിടേക്കാണ് പോണേന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ലേ. ഇത് നൈറ്റിലുള്ള വ്യൂ ആണ് നമ്മുടെ എയർപ്ലെയിൻ. അപ്പോൾ നമ്മൾ നൈറ്റ് ലാൻഡ് ചെയ്യണോ, അപ്പോൾ അവിടുത്തെ ഫ്ലൈറ്റ് പൈലറ്റിന് കണ്ണ് കാണാൻ വേണ്ടി നമ്മളെ ലഗേജ് ഒക്കെ ലൈറ്റ് വെച്ചിരുന്നു. ഞങ്ങൾ ഹാൻഡ് ലഗേജ് ഒക്കെ ഹാൻഡ് ലഗേജ് മാത്രം ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രാൻസിലായിരുന്നു. അവിടെ അങ്ങനെ പപ്പി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ജോയിൻ ചെയ്തു. അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂലൈ 17th. അപ്പോൾ പപ്പ എനിക്കൊരു ബൊക്കെയൊക്കെ തന്നു. പിന്നെ ഞങ്ങൾ ഊബർ പിടിച്ച് ഞങ്ങൾ എത്തേണ്ട ഹോട്ടലിലേക്ക് എത്തിയിട്ടോ. ഹോട്ടല് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്യാനുള്ളത് സൂപ്പറായിരുന്നു. രാത്രിക്ക് എടുക്കാൻ അത്ര മതി. അങ്ങനെ അത്രയ്ക്ക് ലക്ഷ്യം അല്ല. ജസ്റ്റ് 2 ബെഡ് ഉള്ളത് 2 റൂമാണ് എടുത്തത്. ഒരു ബെഡ്റൂമിൽ 3 ബെഡ് ഉണ്ടായിരുന്നു. ഒരു ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും. രണ്ടാമത്തെ ബെഡ്റൂമിൽ 2 സിംഗിൾ ബെഡായിരുന്നു ഉള്ളത്. തപ്പണ ഇതാണ് കാണുന്നത് കേട്ടോ. ഞങ്ങള് ഇങ്ങനെ നോക്കണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ബെഡ്റൂം. ഞങ്ങൾ അപ്പ തന്നെ ക്ഷീണിച്ചു കിട്ടാ പപ്പയൊക്കെ വന്നിട്ട്. അപ്പൊ ഇതൊക്കെയാണ് ബാത്റൂം കണ്ടില്ലേ. എന്നിട്ട് ബാത്റൂം അടച്ച് 2 രീതിയിലായിരുന്നു. കാരണം കുളിക്കാനുള്ളതും വേണം ടോയ്ലറ്റ് മാത്രമായിട്ടുള്ളതും ഇതാണ് ടോയ്ലറ്റ് മാത്രം ജസ്റ്റ് നമുക്ക് എടുക്കാനുള്ള അത്രയ്ക്കുള്ളതുള്ളൂ. അപ്പൊ ഞങ്ങൾ റൂം അന്വേഷിച്ച് പോകുന്നതാണ് ഈ കാണുന്നത്. റൂമിന്റെ 2 സ്ഥലത്തായിരുന്നു കേട്ടോ ഫ്ലോർ ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ നടന്ന് അന്വേഷിക്കുകയാണ്. ഓടുന്ന വഴിയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. എന്താണിത്? പാരീസ് എത്തി. രാത്രി 11 മണി. സ്ഥലം എത്തിയിട്ടില്ല. എന്താണ് ഏതാണ് റൂം? ഗൈസ് അങ്ങനൊരു റൂം തുറന്നു. നമുക്ക് എല്ലാ റൂം കണ്ടുപിടിച്ചിട്ട് പോവാം. ലൈറ്റ് ഓണോ മതി. ഞങ്ങൾ ഊബറൊക്കെ പിടിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴേക്കും 1 മണി കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് വിശന്നു. തൊട്ടപ്പുറത്ത് ബർഗർ കിങ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് 5 പേരും ബർഗർ ഓർഡർ ചെയ്ത് അങ്ങനെ ബർഗർ കഴിച്ചു. പിന്നെ ഞങ്ങൾ പിറ്റത്തെ ദിവസം ഡേ 1 ഓഫ് പാരീസ്. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് കൂടുതലും ഊബറിലാണ്. നടക്കാൻ കുറച്ച് സ്ഥലമുള്ളിടത്തേക്കൊക്കെ ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നത്. പക്ഷേ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഊബറാണ് കേട്ടോ. ഞങ്ങൾ 5 പേരായിട്ട് പോയതുകൊണ്ട് ഊബർ തന്നെയാണ് എടുത്തത്. മെട്രോ യൂസ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് പോകുന്നത് ആർക്ക് ദി ട്രിമോൺസ്. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഫ്രഞ്ച് രാജാവ് യുദ്ധം കഴിഞ്ഞ് ജയിച്ചു വരുമ്പോൾ ഇതിൻ്റെ നടുക്കിൽ കൂടെ വരണം എന്നായിരുന്നു ആ രാജാവിൻ്റെ ആഗ്രഹം. പക്ഷേ യുദ്ധം കഴിഞ്ഞപ്പോഴും ഇതിൻ്റെ പണി തീർന്നിട്ടുണ്ടായിരുന്നില്ല. അവസാനം അയാൾ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് പണി തീർന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ രാജാവിൻ്റെ മൃതദേഹം അവിടെ സംസ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്പർ 2 ഗ്രാൻഡ് പാലസ് ചാമ്പൻ LSS. ഇത് ഞാൻ പ്രൊനൗൺസിയേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് അത് ഫ്രഞ്ച് ആയതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. അത് ഹിസ്റ്ററി മൂവ്മെൻറ്റാണ്. എക്സിബിഷൻ ഹാള് മ്യൂസിയം കോംപ്ലക്സ് സിറ്റുവേറ്റഡ് ഇൻ പാരീസ് ഫ്രാൻസ്. നമുക്കറിയാമല്ലോ. അത് ബിൽഡ് ചെയ്തിരിക്കുന്നത് 1897 ആൻഡ് 90 ഇയറിലാണ്. ഇത് യൂണിവേഴ്സൽ എക്സിബിഷൻ ആക്കിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ അന്ന് പോയപ്പോൾ അത് റെസ്റ്റോറൻ്റ് ആക്കി കഴിഞ്ഞു കയറി വേണ സ്ഥലത്ത്. അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. എന്നാലും ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. നിൽക്കുന്നതാണ് ഫേമസ് ബ്രിഡ്ജ് ഇൻ പാരീസ്. ഇതിൽ കൂടെ നോക്കിയാൽ നമുക്ക് ഓപ്പോസിറ്റ് ഈഫിൾ ടവർ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ 3rd ഡെസ്റ്റിനേഷനാണ് ഗാർഡിയൻ ഡെസ് തുലറീസ്. പാരീസ് ഒളിമ്പിക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇതുണ്ടാക്കിയത് മാത്യു ലൂനറീസ് ഫോർ ഫ്യൂച്ചർ. 2024 ഈ ബലൂൺ ഉപയോഗിക്കപ്പെടുകയും ചെയ്തു കേട്ടോ. ഇത് മോളിലേക്ക് പറത്തി വെക്കുന്നത് റൈസ് ചെയ്ത് വെക്കുന്നത് ജൂൺ 21 തൊട്ട് സെപ്റ്റംബർ 14 വരെയാണ്. അതുവരെയാണല്ലോ നമ്മുടെ ടൂറിസ്റ്റുകൾ ഉണ്ടാവുക. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത് ഒരു റിച്ച് സ്ട്രീറ്റിലേക്കാണ്. അതിൻ്റെ സൈഡിൽ ഫുള്ള് നമുക്ക് അടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് പൈസയുള്ള കുറേ കമ്പനികളുടെ ഒക്കെ ആയിട്ട് അതിൽ കൂടെ കടന്നു പോകുമ്പോൾ കണ്ടതാണ് ഒരു മ്യൂസിയമാണ് കേട്ടോ, പെറ്റി പാലേസ്. ഇതിന് ശേഷം നമ്മളൊരു ക്രൂസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഈഫിൾ ടവറിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് നടന്നു പോവാണ്. ഞങ്ങൾ ബുക്ക് ചെയ്തതുകൊണ്ട് പിന്നെ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും പോവാം. ഈഫിൾ ടവറിൽ കാണാനായിട്ട് മുമ്പ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകണം. അവിടെ കുറേ ആൾക്കാർ ആഫ്രിക്കൻസും പാരീസിൻ്റെ അത് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ഗോൾഡൻ സ്റ്റാച്ചു പോലെ ഇരിക്കുന്നത്. നമ്മൾ പൈസ ഇട്ട് കൊടുത്താൽ അത് എന്നെ കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ളത്. പിന്നെ അവിടെ ടിക്കറ്റ്
ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എടുത്ത് പോകുന്നത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അവിടെ പോയിട്ട് ടിക്കറ്റ് കാട്ടിയപ്പോൾ തന്നെ നമ്മളെ കയറ്റും ചെയ്തു. അരിയിൽ നിൽക്കുന്നതാണ് കുറേ ആൾക്കാർ ജാമത്തിൽ പോണ പോലെ കുറേ ആൾക്കാർ മോളിൽ പോയിട്ട് ഞങ്ങൾ മുകളിലൊക്കെ പോയിട്ട് ഇരുന്നു. കഴിച്ച് ഇത് രണ്ടാമത്തെ പാലമാണ്. പക്ഷേ ഇത് കടന്നാൽ നമുക്ക് ഈ പിള്ളപ്പത് കാണാൻ പറ്റില്ല. നമ്മൾ ഇഷ്ടം വരും, അപ്പോഴാണ് നമ്മുടെ കറക്റ്റ് കാണുന്നത്. കനക ബായ് ബായ് ഞങ്ങൾ ഇന്ന് കാലത്ത് അവിടേക്കാണ് പോയത്. കഴിച്ച് വീണ്ടും പരടി പോയി. ഏതാ ചേച്ചി? ഏതും ചേച്ചി അവിടെ കണ്ടിട്ടുണ്ട്. ഏതാണ് ചേച്ചി? പാലം ഇസ് വെരി വെരി ബ്യൂട്ടിഫുൾ. നല്ല രസമുണ്ട് കാണാം. ഓരോ പന്നു ഈ കുറ്റി ഞങ്ങളിന്ന് കണ്ടു. പിന്നെ ഈ സാധനത്തിന്റെ വേറെ അതിന്റെ അറ്റത്ത് അവിടെ ഇതിലുണ്ട്. അവിടെ ഞങ്ങൾ പോയിട്ട് അവിടെ കണ്ടു. ഇത് അതിന്റെ തന്നെ സെയിം സാധനമാണ്. ഇനി ഇവിടെയും ചാട്ടിന് 360 ഇത് ഇവിടുത്തെ ഒരു വലിയൊരു സാധനമാണ്. കാണുന്നുണ്ടോ? എന്ത് വലിയ ബോട്ടാണ്. എന്ത് വലിയ ബോട്ടാണിത്? അവിടെ പകുതമായി വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നത് ചേട്ടനെയാണ്. ഈ ഫുൾട്ടവത് ബാക്കിലുണ്ട്. പപ്പി അമ്മയോടെ ആകാശം നോക്കി നിൽക്കുന്നു. വെള്ളം കണ്ടിട്ട് ആകാശം പോയി നോക്കി നിൽക്കുന്നു. കണ്ടോ? ഓ കണ്ടോ നിങ്ങള്? ആ പാലത്തിൽ കൂടെ പോയാൽ നമുക്ക് ഈ ഫുൾട്ടവത് കണ്ടു തിരിച്ചു വരണം. അതാക്കാണല്ലോ അല്ലേ? അതാണ്. അതെ അതെ അതെ. ഗൈസ് ദിസ് ഇസ് 13ാമത്തെ പാലം. അറ്റത്തുള്ളത് 14ാമത്തെ പാലം കേട്ടോ. എല്ലാ പാലത്തിന്റെ അടിയിൽ കൂടെ പോകുമ്പോ ഇങ്ങനെ ഓളിയിട്ടുണ്ട്. അതാണ് ഈ കേൾക്കുന്നത് കേട്ടോ. ഇങ്ങനെ കേട്ടോ. ൂസിലത്തെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവിടെ കണ്ടത് 1:45 മിനിറ്റ്സിൽ ഈ സ്ഥലങ്ങളൊക്കെ കാട്ടിയിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും നടന്ന് പാരീസിൻ്റെ ഉള്ളിലേക്ക് കയറണ്ട്. ഈഫിൾ ടവർ പാരീസ് കഴിഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഈഫിൾ ടവർ. അതിൻ്റെ വലിയ കടക്കാളൊക്കെ അപ്പോൾ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ പോകണം. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് പാരീസ് കണ്ടു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് കഴിച്ചു. ഈഫിൾ ടവർ കണ്ടപ്പോൾ എന്ത് സന്തോഷമാണ് ഉണ്ടായത്. ബക്കറ്റ് ലിസ്റ്റൊക്കെ എടുക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ അത്രയ്ക്കധികം സന്തോഷമായിരുന്നു. പക്ഷേ ഞങ്ങൾ അന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ടോപ്പിക്കുള്ളത് ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കയറിയില്ല. അന്നത്തെ ദിവസമാണ് ഞങ്ങൾ കയറിയത്. ഞങ്ങൾ ഈഫിൾ ടവറിൻ്റെ അടിയിൽ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ലൈറ്റ് കത്തുന്നത് കാണണ്ടേ. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വഴിക്ക് നടന്നു പോകുമ്പോൾ ലൈറ്റ് കത്തി. അപ്പം ഞങ്ങൾ അതും ഫോട്ടോ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സെക്കൻഡ് ഡേ വീണ്ടും ഞങ്ങൾ ഊബറിൽ തന്നെയാണ് ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ അതായി കടച്ച് ഫാമിലി പിച്ചൊക്കെ തന്നില്ല അതുപോലെ ചെയ്തതാണ്.
എന്നിട്ട് ഞങ്ങൾ നേരെ ഈഫിൽ ടവറിലേക്ക് പോയി. ടോപ്പിക്ക് കയറണമല്ലോ നമുക്ക്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. അവിടെ പോയി 5 ചായ കുടിച്ചു. ഒരു കപ്പ് മിസ്സിങ് ആണ്, അത് പക്ഷേ അമ്മയുടെ കയ്യിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈഫിൽ ടവർ ബോൾ ചെയ്തിട്ട് കുറേ ഫോട്ടോസൊക്കെ ഫുൾ ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ ഈഫിൽ ടവറിന് തൊട്ടു അങ്ങനെയൊക്കെ എന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾക്ക് അത്രയ്ക്കധികം സന്തോഷമായിട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടെ സ്റ്റെപ്പ് കയറാനുള്ളതുകൊണ്ട് ലിഫ്റ്റും ഉണ്ട്. ഞങ്ങൾ ലിഫ്റ്റിൻ്റെ ഓപ്ഷൻ തന്നെ എടുത്തത്, പക്ഷേ ഞങ്ങൾ പോകുന്നത് സ്റ്റെപ്പിൽ ഇറങ്ങിപ്പോയി ആസ്വദിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ കാട്ടിയെടുക്കുന്നു ഇരുമ്പുണ്ടോ എന്നുള്ളതൊക്കെ കാട്ടിയെടുക്കുന്നത്. അടിയിലേക്ക് ഇറങ്ങി ഏറ്റവും അടിയിലെത്തി കേട്ടോ. നിങ്ങൾ അവിടെ നിന്ന് ഈഫിൽ ടവറിൻ്റെ വലിയൊരു ക്യാൻഡി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് ജിങ്കളിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എവിടെ പോയെന്ന് ഞങ്ങൾ കോയിൻസൊക്കെ സൂക്ഷിച്ച് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നും ഞങ്ങൾ കോയിൻസ് സൂക്ഷിച്ച് എടുത്ത് വെച്ചത് ആണ് ഈ ജിങ്കിൾ കാട്ടുന്നത് കേട്ടോ. ഈ പാരീസിൻ്റെ ഇത് പറയും പച്ചവെള്ളത്തിൽ ഐഫിൾ ടവറിൽ വന്നിട്ട് പല്ലോട്ടി മേടിച്ച് പറഞ്ഞിട്ട് പല്ലോട്ടി കൈ നോക്കിക്കുന്നു കുട്ടി. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഞങ്ങൾ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയി. എന്നിട്ട് ഞങ്ങൾ 2 പ്ലേറ്റ് ചിക്കനും രാമേനാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കൊറിയൻ ഫുഡ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രാമേന് അഡിക്റ്റായിട്ടോ. ഈ ചിക്കനും എല്ലാത്തിനും ഞങ്ങൾ ഒരു ഹ്യൂജ് ഫാനായി. ഞങ്ങൾക്ക് ഇത് എവിടെ പോയാലും ഇങ്ങനെ കഴിച്ചപ്പോൾ എത്രയോ എന്നുള്ള പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പാരീസ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വ്ളോഗായി വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.